ഇതിമേക്ക് കുറേ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വളച്ച് വെക്കാൻ പറ്റിയിട്ട് അവിടെ ഒരു റാ പോലത്തെ ഒരു വളയം വാങ്ങിച്ചിട്ടുണ്ട്. അതുമേക്ക് നമുക്ക് ഇതിനെ വളച്ച് വെക്കണം. കാരണം ഇത് ഇങ്ങോട്ടേക്കൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. കിളികൾ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് പാട്ട് പാടുന്നത്. ഞാൻ കിളികൾക്ക് ഫുഡ് എടുത്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് രസമായിട്ട് ഒരു പാട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ട് ഇപ്പൊ പാടൂട്ടാ കേട്ടാ. വേറൊരു കിളി വേറൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കിളികൾക്ക് ഫുഡ് കൊടുക്കും. നല്ല രസമാണ് അതിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി. ഈ മരത്തമ്മ ഉണ്ടല്ലോ, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ ഇതുമ്പോൾ നിറച്ചിങ്ങനെ റോസ് തലയിൽ ഇതിനൊക്കെ മുമ്പ് ഇങ്ങോട്ടേക്ക് വളഞ്ഞു വന്നിട്ടുണ്ട്. ഇതുമ്പോൾ നിറച്ചിങ്ങനെ വെള്ളപ്പൂവായിരുന്നു. ആ വെള്ളപ്പൂ മാറിയിട്ട് ഇപ്പം അമ്മേ ഇതിൻ്റെ മുള്ളിന് നല്ല സ്ട്രോങ്ങാണ്. ഇപ്പം അതിനെ ആ പൂവൊക്കെ മാറിയിട്ട് ഇതിപ്പോൾ ഇലയായിട്ട് വന്നേക്കാട്ടോ. ആദ്യമായിട്ടുണ്ടാകുമ്പോൾ ഈ ഇലയെല്ലാവരും പൂവായിട്ടാണ് വരുന്നത്. ഈ റോസുമ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാട്ടോ ഇതിൻ്റെ മുട്ട്. കുറേ കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ വേറെ റോസുമ്പോൾ നന്നായിട്ട് പൂ വിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണിക്കട്ടെ. നല്ല മണമായിരിക്കും ഇതിൻ്റെ പൂവിന്. ഇതിൻ്റെ ഇതെടുത്തിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ബെഡ്ഷീറ്റുമ്പോൾ നമ്മൾ ഇതിൻ്റെ കളർ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെയും. അത് വാഷ് ചെയ്തിട്ട് പോയിരുന്നു. അത് വാഷ് ചെയ്തിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങളെ ഞാൻ കാണിക്കാം ബെഡ്ഷീറ്റ്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഇപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്മിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളറൊന്നും ഒട്ടും ഫെയ്ഡായിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഇതുമ്മോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതുമ്മ കുറേ മുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല മണമുള്ള പൂവാണത്. പിന്നെ ഇനി ഇത് നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ അവിടെ നമ്മളിങ്ങനെ റാ പോലെ ഒരു സാധനം വെച്ചിട്ടില്ല, ഇങ്ങനെ വളച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതിനും വെച്ചിട്ടുണ്ട്. അത് നമ്മളവിടെ വെച്ചിട്ടുണ്ട് ബാക്കിൽ. അങ്ങോട്ടേക്ക് നമുക്കതിനെ വളച്ച് വെക്കണം. കിളിയുടെ പാട്ട് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വേറൊരു റോസാട്ടാ. ഈ പൂവുണ്ടല്ലോ ഇന്നലെ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ലൈറ്റിങ് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ അത്രയ്ക്ക് നന്നായിട്ട് ക്യാമറയിൽ ഞാൻ നോക്കുമ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. വരുമ്പോൾ ഭംഗി നല്ല മണ, ഭയങ്കര മണം കേട്ടോ ശരിക്കും. ഇവിടുത്തെ എല്ലാ റോസിനും അത്രയ്ക്കും മണമില്ല. ഇവിടെ നമ്മളുണ്ടല്ലോ ഈ ഈ ബെഞ്ചുണ്ടല്ലോ, ഇതിൻ്റെ കഴിഞ്ഞ വർഷം ഈ ബെഞ്ചിൻ്റെ ഈ മരം, ഈ പീസ്, ഇത് മരത്തിൻ്റെ ആട്ടാ. ഈ പീസ് ഒരെണ്ണം പൊട്ടിക്കിടക്കായിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുമ്പോൾ പുതിയ മരം അടിച്ചിട്ട് ഇപ്പം നമ്മൾ വേറെ പുതിയ കളർ അടിച്ചതാണ്. ഏതാണ്ട് നമ്മുടെ ഈ റോസിന് നല്ല മാച്ചിങ്ങാണ് ഇതിൻ്റെ കളർ. നമ്മൾ കുറേ പൂവുണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ക്യാമറയിലൊന്നും കൊണ്ടില്ല, ക്ലോസപ്പ് ചെയ്ത് കാണിക്കട്ടെ. ഒരെണ്ണത്തുമ്പോൾ തന്നെ എത്ര മുട്ട ഇട്ടേക്ക് നോക്കി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മുട്ട ഇട്ടിട്ടുണ്ട് ഈ കൊലയുമ്പോൾ തന്നെ. അതെന്ന് വെച്ചാൽ നല്ല വലിപ്പം അവിടെയൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ക്ലോസപ്പ് കാണിക്കട്ടെ. നമ്മുടെ ചിമ്പൂട്ടനെ ഉറങ്ങാൻ ഞാൻ വിളിച്ചോട്ടെ കേട്ടോ. ചെറുപ്പം വരില്ല ചിമ്പോ. സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ അവനെ ഉറങ്ങാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ ആരും വിളിക്കാറില്ല. പക്ഷെ എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെങ്കിലും വേഗം എഴുന്നേറ്റ് വരാറുണ്ട്. ആസ്പിൻ കൊണ്ട് അകത്ത് കിടന്നിട്ട് ഉറങ്ങാണ്. മറ്റേ 2 കുഞ്ഞു പൂച്ചകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ പിന്നെ പകൽ മുഴുവനും ഉറങ്ങായിരിക്കുമല്ലോ. അവർ അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരില്ല. നമ്മുടെ അടുത്ത് അത്രയ്ക്ക് അങ്ങനെ വലിയ ഇണക്കമൊന്നുമില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വരും. രാത്രി ഫുൾ ടൈം നമ്മുടെ അവിടെ ഞാൻ ആ ഗ്ലാസ് ഡോർ തുറന്നിട്ട് പുറത്തേക്ക് കിടന്നില്ലേ, അവിടെ തന്നെ രാത്രി ഫുൾ ടൈം ഇരിക്കുക. ആ സമയമാകുമ്പോൾ മാത്രമേ അവരുണ്ടാവുള്ളൂ. പകലങ്ങനെ വരില്ല. വിളിച്ചോട്ടെ ചിമ്പോ ചിമ്പോ. പാവം നല്ല ഉറങ്ങായിരിക്കും. വിളിക്കണ്ട, അത്ര ഉറക്കല്ലെങ്കിൽ അവന് സൗണ്ട് കേട്ടിട്ട് വരട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ റോസ്. ഭയങ്കര ഭംഗിയായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല വലുപ്പമുണ്ട് ഈ റോസിന്. വേറെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ റോസ് ഉണ്ട്. അതുമേത്തെ പൊട്ട് വിരിഞ്ഞ് തുടങ്ങണമല്ലോ കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിറച്ചും പൂ വിരിയും. അത് കാണേണ്ട റോസാണ്. അത് നിങ്ങളെ കാണിക്കുക. ഇത് ഞാൻ നമ്മുടെ കോഴികളുടെ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടിയും കൊണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റോസാണ് ഫസ്റ്റ് ഇവിടെ വിരിയുക. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടല്ലോ. ഓരോ പൂക്കൾ വിരിയുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങളെ കാണിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാത്തത് എന്താണെന്നൊക്കെ എനിക്കാണോ ഇപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, അല്ലാത്തവർക്ക് അറിയില്ല. അല്ലാത്തവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്താ വീഡിയോ ഒന്നും ചെയ്യണില്ലേ, എന്താ ചെയ്യാത്തതെന്നൊക്കെ. ഞാനിപ്പോൾ കാറ്ററിങ് തുടങ്ങിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മിക്ക ദിവസവും എനിക്ക് ഓർഡർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ
ഇന്ന് ഒരു ദിവസം എനിക്ക് ഫ്രീ കിട്ടി. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഫ്രീ ആക്കി വെച്ചതാണ്. ഇന്ന് എന്തായിരുന്നാലും എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം പൂക്കളൊക്കെ വിരിഞ്ഞല്ലോ. പിന്നെ നിങ്ങളായിരുന്നാലും എനിക്ക് കുറേ ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് ദിവസമാണ്. അപ്പോൾ എനിക്ക് അവിടെ വേറെ റോസുണ്ട്, അത് കാണിക്കാം. പിന്നെ ഇത് നമ്മുടെ വെള്ളപ്പൂവ് നിറച്ച് വിരിയില്ലേ, അതാട്ടെ. അതുമ്പോൾ പൂവായിട്ടില്ല. അതുമ്പോൾ പൂവായിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ, അത്രയ്ക്ക് ഭംഗിയായിരിക്കും. നല്ല പുതിയ ഇലയൊക്കെ വന്നിട്ട് നല്ല തത്തുമ്പ പച്ച കളറിൽ പുതിയ ഇലകളൊക്കെ വന്നിട്ട് നന്നായിട്ട് ആർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതുവഴിക്ക് നിറച്ച് പൂ വരും. നമുക്ക് അവിടുത്തെ വേറെ റോസ് കാണിക്കാം. എവിടെ പോയി കിടന്നുറങ്ങിയിരുന്നേ ചേച്ചി? ഇവിടെ ഫോട്ടോക്ക് എനിക്ക് പോസ് ചെയ്യാൻ പറ്റുന്ന കൊച്ചിനെ കാണുന്നുണ്ടാ? എവിടെ പോയിരുന്നേ നീ? ഫുഡ് തരാം, ട്രീറ്റ് തരാം. വന്നേ ഇരിക്കണേന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്നേ കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് അവിടെ എത്ര പേരാ നോക്കി നിൽക്കണേ. ചിമ്പുമോൻ എവിടെയാ, ആസ്പിൻ കുട്ടിനെ എവിടെയാന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ഇവിടെ കുറെ റോസാപ്പൂവൊക്കെ ഉണ്ടായിട്ടില്ലേ, അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാണ്. അമ്പടാ ഇങ്ങോട്ട് വാ, ഇവിടെ കയറിയിരിക്കും. ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. പിന്നെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ മുന്തിരി കേട്ടാ. കഴിഞ്ഞ വർഷം നമുക്ക് കുറെ മുന്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഇലേനെ നാശമാക്കണുണ്ട് കേട്ടോ. ഇതിന്റെ ഇലയുടെ അടിയിലൊക്കെ ഈ ചെറിയ ചെറിയ എന്തോ തരം കുഞ്ഞൊരു പുഴു പോലെ തോന്നണത്. നമ്മളിവിടെ ഈ എന്താ ഈ ആര്യവേപ്പ് എന്തിൻ്റെ വേപ്പെണ്ണ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അടിച്ചു കൊടുക്കണം. നമ്മൾ കുറേ മുന്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ ഇല കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തൊടാനൊരു മടി, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പക്ഷെ 2 ആഴ്ച മുമ്പ് നമ്മൾ ഇതിന് ആ ഓയിൽ നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വെറുതെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് ഇതിന് എന്തോ ഒരു വലിയ ഒരു തരം പ്രാണികൾ വന്നിരുന്നിട്ട് നമ്മുടെ കുറേ മുന്തിരീനൊക്കെയും ചെറുപ്പത്തിലേ തന്നെ ആവശ്യമുള്ള അതിൻ്റെ ഉള്ളിൽ നീരൊക്കെ കുടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സ്പ്രേ വാങ്ങിച്ചു വെച്ചതാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി സ്പ്രേ അടിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഈ വർഷം നന്നായിട്ട് മുന്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നുകൂടി നന്നായിട്ട് ക്ലോസപ്പ് കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്തിരി അതിനെ മരുന്ന് കണ്ടിട്ട് എൻ്റെ സ്പ്രേ അടിച്ചുകൊണ്ടിട്ട് എനിക്ക് ആ പുഴുവിനെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നു. ആദ്യം പറഞ്ഞാൽ സ്പ്രേ നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടിട്ട് ഇത് എല്ലാ ഇലകളും നോക്കിയിട്ട് നമ്മൾ ഈ ഇലയുടെ അടിയിലൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ അതിന് മാത്രം ഒന്ന് അടിക്കണോ കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യം വരുന്നത്. അതാണ് പെട്ടെന്ന് അടിച്ചു കൊടുത്തത്. കാരണം അതിൻ്റെ ഓരോ എല്ലാം നോക്കിയിട്ട് അടിച്ചിട്ട് എടുക്കുമ്പോൾ എന്തായിരുന്നാലും കുറേ സമയം എടുക്കും, പഠിക്കണില്ല. ഞാൻ എന്തായിരുന്നാലും അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ അല്ലേ ഫുഡ് കേട്ടുള്ളൂ. പാട്ട് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തീറ്റ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നണില്ല. എൻ്റെ തീറ്റ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. 2 കിളികൾ അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ വലിയൊരു കൂടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മളവിടെ ഒരു പുതിയൊരു ചെറിയൊരു വീട് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ആ കൂട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കിളികൾ വരുന്നത് കാണിക്കട്ടെ. അത് ഇതാ നമുക്കിങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടൂടാ കിളികൾക്ക് കൊടുക്കണ ഫുഡ്. ഇതിനകത്ത് കൂടുതലും നമ്മുടെ ഈ സൺഫ്ലവർ സീഡ്സാണ്. നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട്. പുറത്തേക്ക് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ സമ്മറായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമാണ്, പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം കിളികളുടെ കരച്ചിലും പിന്നെ കോഴികൾ നമ്മൾ പൈസ ഇട്ടില്ല കേട്ടോ. എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവരവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വൈകുന്നേരം വായിച്ചിട്ടുള്ളൂ. കാരണം ഇപ്പോൾ നമുക്കിവിടെ കുറേ ചെടികളൊക്കെ നമ്മൾ പുതിയതായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൊന്തി വരുന്ന സമയമാണ്. അപ്പോൾ അവരിപ്പോൾ അങ്ങനെ കൊത്തൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മുടെ കോഴികൾ ചിലപ്പോൾ മാന്തും. ഇത് രസമായിട്ട് പാട്ട് പാടണല്ലേ. നമ്മൾ 5 പൈസ കൊടുക്കാട്ടുണ്ട്, അവർ നമുക്ക് പാട്ട് പാടി തരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കിളികൾക്ക് നമുക്ക് അവിടെ തീറ്റിട്ട് കൊടുക്കാം.
നമ്മുടെ ഈ വീടിൻ്റെ അവിടെ ഉണ്ടല്ലോ 2 സൈഡിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് തൂക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത്. ഞാൻ സാധാരണ കടകളിൽ നിന്ന് അങ്ങനെ ചെടികളായിട്ട് അങ്ങനെ വാങ്ങാറില്ല. എപ്പോഴും എല്ലാവരും ഞാൻ വിത്തുകൾ വാങ്ങിച്ചിട്ട് മുളപ്പിച്ചിട്ട് എടുക്കലാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ ഇതേപോലെ 2 ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചൊരു ഡാർക്ക് കളറും ഇത് കുറച്ചൊരു ലൈറ്റ് കളറും, 2 കളർ എന്നാണ് നല്ല സൂപ്പർ കളർ. നമുക്കിവിടെ 2 സൈഡിൽ ഇന്നലെ ബോൾ സൈഡിൽ അവിടെ ഞാത്തിരാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൻ്റെ ഒരു കുക്കൊക്കെ അവിടെ പിടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാത്തിരാം. രസം കാണാൻ വേണ്ടിയിട്ട് നിറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പൂവ്. ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരാഴ്ച ആയിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചേക്ക് ഇത്ര ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇത് ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നണ്ട. ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരും. നമ്മൾ പെട്ടിൽ വെച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഒരു വിളക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടിൽ വെച്ചിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ഉണ്ടായിരുന്നേ. ഗ്ലൂ വെച്ചിട്ട് നമ്മളായിട്ട് ഒട്ടിച്ചു. പക്ഷെ അത് കുഴപ്പമില്ലാണ്ട് ഇരിക്കണേ. ഇവിടെയൊക്കെ കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ചട്ടികളിൽ ഞാൻ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര കുഞ്ഞിതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇതിനകത്ത് ഞാൻ നിറച്ച് നട്ടേക്കുന്നത് നമ്മുടെ 10 മണിയാട്ടോ. 10 മണി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വിത്തുകൾ ഉണ്ടാവുമല്ലോ. എനിക്കാണ് ഒരു 1000 വിത്തായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ നട്ടിട്ട് 2-3 ചട്ടിയിലൊക്കെയാണ് നട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നന്നായിട്ട് മുളച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വീടിൻ്റെ കുറേ സ്ഥലത്ത് ഞാനത് നട്ടിട്ടുണ്ട്. അത് ആകെ കൂടി ഇങ്ങനെ ഒരു നൂല് പോലെയാണല്ലോ ഇരിക്കുന്നത്. അത്രയ്ക്ക് ഒരുപാടായിട്ട് വലുതായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചട്ടിയിൽ നട്ടിട്ടുണ്ട്, ഇവിടെ നട്ടിട്ടുണ്ട്. ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് ഞാൻ ഇതും വെന്തിയും കൂടിയിട്ട് ഈ വീടിൻ്റെ പല സ്ഥലത്തും നിറച്ച് നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സീനിയയുടെ വിത്തുണ്ടല്ലോ, അതൊക്കെ ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. അതൊക്കെ ഇവിടുത്തെ ഈ തോട്ടത്തിൽ നിറച്ച് നട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയ തോട്ടം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിറച്ച് കുറേ നട്ടിട്ടുണ്ട്. എല്ലാം അവിടുന്ന് ഞാൻ കുറേ ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട്. എല്ലാവരും ഇത്രയ്ക്കേ ഉള്ളൂ വലിപ്പം. പക്ഷെ 1 മാസം കൊണ്ട് പെട്ടെന്ന് വലുതാവട്ടെ എല്ലാവരും. എനിക്ക് 10 മണി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അവിടെ നാട്ടിലേക്ക് ആയിരുന്നാലും 10 മണി ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഡബിൾ ഷെയ്ഡൊക്കെ വരുന്നുണ്ടല്ലോ. ഇത് ഇപ്പോൾ എങ്ങനത്തെയൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണേന്ന് അറിയില്ല. പൂ ഉണ്ടായാലേ അറിയുള്ളൂ. കാരണം എനിക്കവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പൂക്കളൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമൊക്കെ റോസൊക്കെയെന്ന് തോന്നുന്നു. കാരണം പോർച്ചുഗലിൽ എൻ്റെ മമ്മിക്കൊക്കെ ആയിരുന്നാലും മമ്മി എവിടെ പോയാലും എപ്പോഴും കൂടുതൽ വാങ്ങാം റോസൊക്കെയാണ് വാങ്ങാം. പക്ഷെ എനിക്ക് ഇതേപോലത്തെ ഇങ്ങനത്തെ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ നേരം കഴിയുമ്പോൾ നമ്മുടെ കിളികളൊക്കെ നിറച്ച് വരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ വർഷം നമ്മൾ ഇവിടെ ഒരു പുതിയൊരു തോട്ടം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നമ്മുടെ ഡാലിയയുടെ വിത്തൊക്കെ ഞാൻ പാവിയത് കുറേ മണ്ണൊക്കെ കൊടുത്തിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് പുതിയ തോട്ടം ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ തോട്ടമാണിത്. അതിൻ്റെ അവിടെ നമ്മൾ ഇത് മരം കൊണ്ട് കെട്ടിയേക്കുന്നത് കേട്ടോ. ഇത് ഇതേപോലെ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഇത് പോൾസേട്ടൻ ചെയ്തു തന്നത് കേട്ടോ. എൻ്റെ കഴിഞ്ഞ ദിവസം ഇതുമ്പോൾ പെയിൻ്റൊക്കെ അടിച്ചു. ഇത് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ. ഞാൻ എന്തെങ്കിലും പിക്ചറിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പിക്ചറുകളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോൾസേട്ടനെ കൊണ്ടത് ഇങ്ങനെ കാണിക്കും. നമുക്ക് അതേപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണ്
ഫേസ്ബുക്കിലൊക്കെ ആയിരുന്നാലും ടൈനി ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീടുകളൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ ചെറിയ വീടായിരിക്കും, പക്ഷേ അതിൻ്റെ ചുറ്റോറൊക്കെയും അവർ നല്ല ഭംഗിയിൽ ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഓരോന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ കണ്ടിട്ട് പണിത് നമ്മൾ ആ വീട് പണിതത്. അതിനകത്ത് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ സെയിം തന്നെ ഒരു വീടിൻ്റെ ഒരു പിക്ചറ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പൊളസൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. പൊളസൻ്റെ അങ്ങനെ പണിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതങ്ങനെ ഇങ്ങനെ പണിയുന്ന ആൾക്കാരെ അങ്ങനെ കാണിച്ചിട്ടാണ് നമ്മൾ ആ വീട് അതേപോലെ തന്നെ പണിതത്. പക്ഷെ അതിനകത്ത് അവർ പണിത് വന്നപ്പോൾ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, അതിന് ഇപ്പോൾ ഈ വീടിന് ഒരു ചെറിയ വിൻഡോ ആണ്. പക്ഷേ നമ്മൾ പിക്ചറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി വലിയ വിൻഡോ ആയിരുന്നു. പക്ഷേ അവർ നമ്മൾ പിക്ചർ നമ്മൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ നോക്കി അതേപോലെ പണിയാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വിൻഡോ വയ്ക്കുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ചെറിയ വിൻഡോ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ ഇത് ഇങ്ങനത്തെ വിൻഡോ അല്ലല്ലോ, കാരണം ആ വിൻഡോ ആയിരുന്നു അതിന് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവുക, ഇതിപ്പോൾ കുഞ്ഞ് വിൻഡോ ആയി. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു അത് വയ്ക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല, വലിയ വിൻഡോ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, ഓൾറെഡി അത്രയ്ക്ക് പണിയും കഴിയും. പിന്നെ വിൻഡോ അത്ര വലിയ വയ്ക്കാൻ സ്ഥലമില്ല. പിന്നെ ഓക്കെ, എന്നാലും ഒരിത് അത്യാവശ്യം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ആ വിൻഡോ മാത്രം അത് അത്രയ്ക്ക് അങ്ങോട്ട് വരാണ്ടിരുന്നത്. ഇതും അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു പിക്ചറിൽ ഇങ്ങനെ കണ്ടതാണ്ട് ഇങ്ങനെ പേഴ്സൻ്റെ കാണിച്ചിട്ട് ഇങ്ങനെ ഇത് കാലൊക്കെ ഇതേപോലെ കുഴിച്ചൊക്കെ ഇടാനൊക്കെ ആയിരുന്നാലും നല്ല പണി ഉണ്ടായിരുന്നുണ്ട്. കാരണം നന്നായിട്ട് ഇതെല്ലാം മരം കൊണ്ടാണ്, വലിയ കനം കൂടിയ മരമാണിത്. എന്നിട്ട് ഇത് നല്ല കുഴിയൊക്കെ കുഴിച്ച് പോൾസേട്ടൻ സിമെൻറ്റൊക്കെ ഫില്ല് ചെയ്ത് നിറച്ച് ഇത് വലിയ വലിയ ആണികളും വലിയ വലിയ സ്ക്രൂകളൊക്കെയാണ് ഇതിന് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ വീട് പണിയുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു ഊഞ്ഞാലും ഇതൊക്കെ ആയിട്ട് നമുക്കൊരു പ്ലേ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നും കളയില്ല, ഒക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്വിങ് സെറ്റുമേയും പിന്നെ ഒരു സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ ഇങ്ങനെ പണ്ടത്തെ കുറേ ഈ വലിയ വലിയ ആണികളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആണികളും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതുമേക്ക് കുറച്ചേട്ടം കൊടുത്തേക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ദിവസമാണ് ഇതുമ്പോൾ പെയിൻ്റ് അടിച്ചത്. നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ചാരിക്ക് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. നല്ല ഭംഗിയില്ല ഇത് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഇതുമേ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, അതാ കാണാൻ പറ്റുന്നുണ്ടോ, ഇതുമേക്ക് ഇങ്ങനെ പടർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നേരെ അടുത്താണ് മുന്തിരി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി ഇതുമേക്ക് നിറച്ചിങ്ങനെ പടർത്താമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കാണ് ഒരു 2 വർഷം കൊണ്ട് നമുക്ക് ഇതുമേക്ക് നിറച്ച് മുന്തിരി പടർന്ന് കയറുമെന്ന് വിചാരിക്കണം. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡാലിയൊക്കെ നട്ടേക്കുന്നത്. പിന്നെ ഡാലിയ മാത്രമല്ല ഇതിനകത്ത് ഞാൻ പിന്നെ കൊടുത്തിട്ട് സീനിയ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ കുങ്കുമപ്പൂവിൻ്റെ ഇത് നട്ടിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളെ അതിൻ്റെ ബൾബ് നട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് പിടിച്ചു വന്നേക്കും. അതവിടെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് നട്ടുന്നുള്ളൂ. ഇവിടെ കുറച്ചുകൂടി നേരത്തെ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ചൂടായല്ലോ. എനിക്കാണ് ഇവിടെ ഈ തുളുപ്പൊക്കെ വരുന്ന സമയമുണ്ടല്ലോ, ഈ സമ്മർ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തുടങ്ങണ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ടൈമിൽ ആ സമയത്താണ് നടേണ്ടത്. അപ്പോൾ എനിക്കാണ് ചെറിയൊരു തണുപ്പോട് കൂടിയിട്ട് അത് ശരിക്കും നന്നായിട്ട് പൊന്തി വരുമായിരിക്കും. ഈ വർഷം വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നോക്കണം. അപ്പോൾ ഇതാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതിൻ്റെ കളറാണെങ്കിലും നല്ല രസമുള്ള കളറ്. നമ്മുടെ വീടിന് ഇനി നമ്മുടെ വീടിൻ്റെ അവിടെ ആയിരുന്നാലും അവിടെ ആ വീട്ടിൻ്റെ അവിടേക്ക് നമുക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. കിളികൾക്ക് തീറ്റ ഇട്ടാൽ കിട്ടുമ്പോൾ കിളികളൊക്കെ വരുമായിരിക്കും. ആ ചെടികൾ രണ്ടോടെ ഞാത്തിയിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഞാൻ സാധാരണ കടകളിൽ ഞാൻ ചെടികൾ അങ്ങനെ വാങ്ങാറില്ല, എല്ലാവരും ഞാൻ വിത്തുകൾ വാവിയിട്ട് മുളപ്പിച്ചിട്ട് എടുക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ അതേപോലത്തെ 2 ചെടികൾ കാണിച്ചു. ഇനി വേറെ ഉണ്ട് കുറേ കാണിക്കാൻ വേണ്ടിയിട്ട്, അവിടെ വീട്ടിൽ കാണാം. എനിക്ക് ഇതും വേണ്ടല്ലോ, ആ പ്രാണീനെ പൂവിനെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടിരിക്കണേ. ഇനി അതിനൊക്കെ സ്പ്രേ അടിച്ച് നമ്മൾ ശരിയാക്കണം. ഉണ്ടല്ലോ, ഇതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന വേറെ ഒരു റോസ്. കോണികളെ എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവരെന്നെ അയച്ചിടാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിക്കുന്നതാണ്. ഇതും ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഇതുമ്പോൾ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പൂവുണ്ടല്ലോ സാധാരണ എന്താ പറയുക, ഇങ്ങനെ കാട്ട് റോസ് പോലത്തെ അങ്ങനത്തെ റോസൊന്നുമല്ല കേട്ടോ. ശരിക്കും ഭയങ്കര വില കൂടിയ റോസാണിത്. പിന്നെ നല്ല മണമുണ്ട്, ഡബിൾ ഷെയ്ഡാണ്. പൂവിൻ്റെ പെറ്റൽസൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ വലുപ്പം ഉണ്ടാവും. നമ്മൾ സാധാരണ പൊക്കേൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അധികം വിടരാണ്ട് ഇങ്ങനെ പൂവി നിൽക്കണ പോലത്തെ റോസ് കണ്ടിട്ടില്ലേ, ഇത് അതേപോലത്തെ റോസ് കേട്ടോ. എന്തോരം മുട്ട ഉണ്ടായിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണീട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയ്ക്ക് അധികം മുട്ടണതും ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ആദ്യമായിട്ട് ഒരു പൂ അതുമ്മ വിരിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ അതിൻ്റെ കളറ് കാണാൻ വേണ്ടിയിട്ട്.
ഒരു ലൈറ്റ് പിങ്കും പിന്നെ ഒരു വെള്ള കളറും കൂടിയിട്ട് ചേർന്നിട്ടാണ് ഇതിൻ്റെ പൂവ്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പടർത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ക്ലോസപ്പ് കാണിക്കാം നിങ്ങളെ. ഏറ്റവും ആദ്യം വിരിയണ റോസാണ് ഉണ്ടായിരുന്നത്. പിന്നുള്ളതൊക്കെ പെട്ടെന്ന് വിരിയും കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയിട്ട്. മണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല മണം. ചുമ്മാ പറയുന്നില്ല കേട്ടാ. അവിടെ വേറെ പൂവ് വിരിഞ്ഞേക്കുന്നുണ്ട്. ആ റോസിനും മണമില്ല കേട്ടോ. അത് കുറേ പൂവുണ്ടാവും, ചുമന്നിട്ടുള്ള പൂവ്. അത് സാധാരണ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന റോസിന്. അത് അവിടെ നിൽക്കുന്നുണ്ട്, കാണിക്കാം. അത് നിറച്ച് പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട് കാണുന്ന റോസല്ല. ഇതിൻ്റെ തന്നെയാണ് റോസാണ്. ഓരോ നമ്മുടെ ഡെക്ക് ഇറങ്ങി എന്നോട് തോന്നും കണ്ടില്ലേ, ചുമന്ന റോസ്. നമ്മൾ ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. അത് റോസ്. വേറെ റോസ് ഉണ്ട് അവിടെ, അത് മഞ്ഞയാണ്. അതായിരുന്നാലും നല്ല ഭംഗിയാട്ടാ. അമ്മ കുറേ മുട്ടിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. ഇത് ഫുള്ള് പൂ വിരിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. 2-3 കൊമ്പോളേക്ക് ഇങ്ങോട്ടേക്ക് പടർത്തി കൊണ്ടുവരണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പറഞ്ഞേക്കണമെന്നൊക്കെ എന്തൊക്കെ റോസ. ഞാൻ പറഞ്ഞത് നിങ്ങൾ റോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരില്ല. അത്രയ്ക്കും ഇതിനെ കുറിച്ച് വർണ്ണിക്കാനുണ്ട്. ഞാൻ അടുത്ത കിളീനെ പിടിച്ച് ഇടാൻ വേണ്ടിട്ട് നോക്കുന്നതാണോ? നമ്മുടെ പച്ചക്കറികളുടെ വിത്തുകളൊക്കെ ഞാൻ മുളപ്പിച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഗ്രീൻ ഹൗസ് ആട്ടാ. ഇവിടെ നമ്മൾ ഈ വർഷം പുതിയ ഒരു ബെഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ ആദ്യം ഞാൻ ഒരു വളയം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, അതിങ്ങനെയൊന്നും ആയിരുന്നില്ല, അന്ന് ചെറുതായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോളിച്ചേട്ടൻ ഈ വർഷം അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ മരം വെച്ച് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വലിയ ബെഡാട്ടത്. ഇതൊരു ബെഡും അവിടെ വേറൊരു ബെഡ് ഉണ്ടാക്കിയിട്ട് അതിന് വീട്ടിൽ കാണില്ല. അതിന് ഭയങ്കര ഹൈറ്റാട്ടാ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ചും ചവറൊക്കെ ഇട്ടിട്ട് പിന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് നിറച്ചും മളിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിറച്ചേക്കുന്നത്. നല്ല വളമാട്ടോ ഇതിനകത്ത്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതിനകത്ത് ക്യാൻഡിലൂപ്പൊക്കെ ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ നമ്മുടെ നാടൻ പച്ചക്കറികളുടെ വിത്തുകളൊക്കെ കുറേ വെറൈറ്റി ഞാൻ ഈ വർഷം ഞാനും പാവിയിട്ടുണ്ട്. ഒറ്റ വർഷം ഞാൻ ഇത്രയ്ക്കധികം ഇങ്ങനെ വെറൈറ്റികൾ ചെയ്യാറുണ്ടായിരുന്നില്ല. സാധാരണ പാവലം, പടവലം, എന്താ പറയുക, കുമ്പളങ്ങ, മത്തങ്ങ, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് നടാറുള്ളത്. ഈ വർഷം ഞാൻ തൈകൾ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഈ വർഷം. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ തൈകൾ വിട്ടിട്ടൊന്നുമില്ല. ഈ വർഷം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞങ്ങൾക്ക് ഇങ്ങനെ അത്രയ്ക്ക് വലിയ ഗ്രീൻ ഹൗസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇങ്ങനെ വിത്തുകളൊക്കെ പാവി നന്നായിട്ട് എല്ലാ തൈകളും മുളച്ചിട്ടോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് കുറ്റിയമ്മരയാട്ടാ. ഇത് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വിത്തൊക്കെ ഞാനെല്ലാം എടുത്തു വെച്ചിട്ട് എല്ലാവരും നേരത്തെ പാവി. കാരണം ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം കൊണ്ട് നമുക്കിത് മുളച്ചൊന്നും കിട്ടില്ല. കാരണം പുറത്തൊക്കെ ആയിരുന്നാലും ഇപ്പോൾ അത്യാവശ്യം നല്ല രാത്രിക്ക് ആകുമ്പോൾ ഒരു തണുപ്പൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ഹൗസിൽ വെച്ചുകൊണ്ടാണ് നമുക്കിതിങ്ങനെ മുളച്ച് കിട്ടിയത്. അപ്പോൾ ഇത് കുറ്റിയമ്മര. പിന്നെ പയറുകളൊക്കെ ആയിരുന്നാലും എൻ്റെ കയ്യിൽ സാധാരണ ഞാനിവിടെ എപ്പോഴും ഈ ലോങ് ആയിട്ടുള്ള പയറും പിന്നെ കുറ്റിപ്പയറുമാണ് നടാറുള്ളത്. ഈ പ്രാവശ്യം എൻ്റെ അടുത്ത് ഈ ലോങ് ആയിട്ടുള്ള പയറിൻ്റെ തന്നെ ഒരു 4 വെറൈറ്റി ഉണ്ട്. പിന്നെ ഈ പർപ്പിൾ കളർ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, വൈലറ്റ് പയർ, ആ പയറുണ്ട്. അത് നീളനുണ്ട്, ഷോർട്ട് ഉണ്ട്. പിന്നെ മീറ്റർ പയറുണ്ട്. പിന്നെ മീറ്റർ പയറിൻ്റെ തന്നെ വേറെ 2-3 വെറൈറ്റി ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് താഴെ വെക്കില്ലേടാ, കാരണം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്ത് പിടിച്ചതന്നെ നല്ല കനുണ്ട്, അപ്പം താണിരിക്കുന്നത്. പിന്നെ കുറ്റിയാമര, പിന്നെ വാളരിപ്പയർ, പിന്നെ ചതുരം പയർ, പിന്നെ നിത്യവഴുതനങ്ങ. അതൊന്നും ഞാനിവിടെ അങ്ങനെ ആരുടെ കയ്യിൽ കണ്ടിട്ടില്ല. നിത്യവഴുതനങ്ങ എന്ന് കേൾക്കുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇത് വഴുതനങ്ങയാണ്. ഇത് വഴുതനങ്ങ അല്ല കേട്ടോ. ഇതിങ്ങനെ അവിടെ കാണിക്കാം. അത് ഇങ്ങനെ ഈ പടർന്ന് ഇങ്ങനെ പോയിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ ഒരു പൂവായിട്ടാണ് അത് ഉണ്ടാവുന്നത്. അതൊക്കെ വെച്ചിട്ട് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിത്യവഴുതനങ്ങയുടെ തൈയുണ്ട്, പിന്നെ മുരിങ്ങയുടെ തൈയുണ്ട്, പിന്നെ ചതുരം പയറൊക്കെ ശരിക്കും ഇവിടെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതൊക്കെ നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. പിന്നെ വെണ്ടയുണ്ട്, 2 തരം വെണ്ടയുണ്ട്. എനിക്കാണ് ഒരെണ്ണം സാമ്രാട്ട് വെണ്ട എന്ന് പറഞ്ഞിട്ടൊരു വെണ്ട, പിന്നെ വേറെ ഒരു വെണ്ടയും കൂടി ഉണ്ട്. പിന്നെ നല്ല നാടൻ ചീരയുണ്ട്,
പിന്നെ എന്താ പറയുക, പിന്നെ അതേപോലെ തന്നെ മിൽക്ക് ചീരയുണ്ട്, പച്ച കളറുള്ള മിൽക്ക് ചീരയുണ്ട്, പിന്നെ കുമ്പളമുണ്ട്, നെയ് കുമ്പളമുണ്ട്, പിന്നെ മുരിങ്ങയുണ്ട്. ഞാൻ പറഞ്ഞോളൂ, മുരിങ്ങയുടെ തൈയൊക്കെ മുളച്ചിട്ടുണ്ട്, നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. പിന്നെ പാവലുണ്ട്, പടവലുണ്ട്. പിന്നെ പിന്നെ ഞാൻ ഓരോന്ന് നോക്കുമ്പോഴാണ് ഓർമ്മ വരുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ വലിയ വെള്ളരി ഉണ്ടല്ലോ, ടൈഗർ വെള്ളരിക്ക, അതുണ്ട്, കുക്കുംബറുണ്ട്. പിന്നെ വിത്തുകളൊക്കെ ഞാൻ പാവിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പറഞ്ഞില്ലേ. അതെല്ലാ വർഷം നമ്മൾ ചെയ്യുന്നുണ്ട്. സീനിയുടെ വിത്ത്, വെന്തിയുടെ വിത്ത്, അതൊക്കെ ഞാൻ ഓൾറെഡി എനിക്ക് നടാനുള്ളതൊക്കെ നട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് ഇവിടെ ഉണ്ട്, അതേ ഇല്ല ഇനി, അത് ഞാൻ കൊടുക്കണില്ല. അത് ഞാൻ എൻ്റെ ഇവിടെ എവിടെയെങ്കിലൊക്കെ വെക്കും, കാരണം ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്ക് വെക്കും. അങ്ങനെ കുറേ തൈകളുടെ ഇതുണ്ടല്ലോ. ഇത് ഈ വർഷം നമ്മൾ കോസ്റ്റിക്കയിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരു ചെടി ഉണ്ടായിരുന്നു. അതിൻ്റെ വിത്ത് ഞാനൊരു 5-6 കൊണ്ടുവന്നിട്ട് നട്ടതാണ്. അത് പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്ന് നട്ടതാണ്. അത് മുളച്ച് വന്നിട്ടുണ്ടാകും. പൂ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാണിക്കാം. അപ്പോൾ ന്യൂയോർക്ക് ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ പച്ചക്കറികളുടെ തൈകളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അത് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം. നമ്മൾ കടയിലേക്ക് കൊടുക്കുന്നതിനേക്കാളൊക്കെ വില കുറവിലാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എനിക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. കുറച്ച് പേരൊക്കെ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ നിത്യവഴുതനങ്ങ അതൊന്നും നമ്മളിവിടെ കടകളിലൊന്നും കാണാറില്ല. ഇവിടെ സാധാരണ കടകളിൽ പാവലുണ്ടാവും, പടവലുണ്ടാവും, പിന്നെ പീച്ചിലുണ്ട്, പിന്നെ ചൊരക്കിയുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലെ എല്ലാ പച്ചക്കറികളുടെ വിത്തുകളും എൻ്റെ കയ്യിൽ, അല്ല തൈകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങൾക്കും ഇതിൽ നിന്ന് പറിച്ച് നടാനുണ്ട്. ഞങ്ങൾ പച്ചക്കറികൾ നട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷം. ഇവിടെയുണ്ട്, അപ്പുറത്തെ ഒരു ബെഡുണ്ട്, അവിടെയുണ്ട്. നന്നായിട്ട് നോക്കട്ടോ, നല്ല നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കാം. വാ വേടാ ചിമ്മൂസി, ചിമ്മൂട്ടാ. കൊച്ചു എല്ലാ ദിവസവും ഓരോ കോഴിമുട്ട കഴിക്കണം, അപ്പോഴും കൊച്ചിൻ്റെ വിശപ്പ് മാറുള്ളൂ. ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഒരു പുറത്തേക്ക് തട്ടിയിട്ടിട്ടുണ്ട് മുട്ട. ഞാൻ ചില ദിവസങ്ങൾ വന്നിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ മുട്ട മൂടി വെച്ചിട്ട് പോകണം. എന്ത് പറ്റിയേ? മുട്ട മൂടി വെച്ചിട്ട് പോണതാട്ടത്. ഇത് ഒരാഴ്ചത്തെ ശരിയാവൂല. ചിമ്പൂട്ടാ എന്തോരം മുട്ട നോക്കിയോളൂ എൻ്റെ കുട്ട. അമ്മേ, അപ്പം അങ്ങനെ നമ്മുടെ മുട്ടയ്ക്ക് പറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വാ കൊച്ചിനെ ഒന്ന് പൊരിച്ച് ചോറൊക്കെ തരാം. കൊച്ചി മുട്ട പൊരിച്ച് ചോറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് എന്നും നമ്മൾ മുട്ട പൊരിച്ച് ചോറ് കൊടുത്തേനെ. ഇവിടെ ഈ ചട്ടിയിലൊക്കെ ഞാൻ ഈ ചെടികൾ നട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ കോഴികൾ അയച്ചിടുമ്പോഴേ കോഴികൾ വന്നിരുന്നിട്ട് മാന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പി വെച്ച് കൊടുത്തേക്കുന്നത് കാണണം. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ മരം കൊണ്ട് വേറൊരു പണി ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇതും പോൾസേട്ടൻ ചെയ്തതാട്ടോ. ഇതൊക്കെ ആയിരുന്നാലും മരത്തിൻ്റെ കുറ്റി നമ്മൾ സിമെൻറ്റിലൊക്കെ ഇട്ട്. പോൾസേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതേ, നീൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഊഞ്ഞാലടിയാൽ ഇത് വീഴില്ല എന്ന് പറഞ്ഞത്. നമ്മുടെ കോഴികളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കോഴികൾ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോൾസേട്ടൻ്റെ അടുത്ത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിയുള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് പോൾസേട്ടൻ പിന്നെ ഞാൻ ഈ 2 വലിയ മരം വയ്ക്കാൻ മാത്രമേ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ പോൾസേട്ടൻ കോഴികൾ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ്. ഇതും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ.
ഇതിന് പെയിൻ്റ് അടി അപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചിട്ടില്ല. അത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമല്ലേ കാണുമ്പോൾ. ല്ലോ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളിവിടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടണത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് നിറച്ചും ഡാലിയ നട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തന്നെ ഡാലിയ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല, കാരണം ഈ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ഡാലിയ. പക്ഷേ നിറച്ചും പുല്ലും ഒന്ന് കയറിയേക്കാം. ഇനി എല്ലാവരും നമ്മൾ ഈ കോലരി വെച്ചിട്ട് എല്ലാവരും ഈ മാന്തി ഓരോ ഡാലിയയുടെ കടക്കിക്ക് നമ്മൾ കൂട്ടി അത് വൃത്തിയാക്കണം. ആദ്യം നമ്മളിത് നടുന്ന സമയത്ത് ഒറ്റ ഇതുണ്ടായില്ല, ഇത് പുല്ലും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിറച്ചും പുല്ല് വന്നു. ഇതൊക്കെയും ഡാലിയേട്ടാ, കണ്ട ഫുള്ള് ഡാലിയുടെ കിഴങ്ങ് ഞാൻ നട്ടുകൊടുത്തേക്കുന്നത്. ഇന്ന് വൈകുന്നേരം പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലെല്ലാനും ചെത്തി റെഡിയാക്കണം. അതുകൊണ്ട് ഇപ്പോൾ അതിന് അത്രയ്ക്ക് ഭംഗിയിൽ ഞാൻ നിങ്ങളെ കാണിക്കണില്ല. പൂവുണ്ടായി വരുമ്പോൾ കാണിക്കാം. കുറേ പണിയുണ്ട് അത് ഫുള്ള്. പിന്നെ ഇത് നോക്കിക്കേ, ഇത് വേറൊരു ചെടിയാട്ടാ. ഇതുമ്പോൾ നോക്കിക്കേ, പൂവുണ്ടായിക്കണ നോക്കിക്കേ, നല്ല ഭംഗിയുള്ള പൂവാട്ടാ. അത് ഇത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ ഈ മരം നോക്കിക്കേ, ഇത് എന്നാലും നിറച്ചിങ്ങനെ ഒരു പഴം ഉണ്ടാവണം. ആ ഡോഗ്വുഡ് എന്ന് പറഞ്ഞ മരം തന്നെയാട്ടോ. ഇതുമ്പോൾ ഒന്നരാട ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷം ഇതുമ്പോൾ പഴമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം നോക്കിക്കേ, ഇത് മൊത്തം ഈ എല്ലാ പൂക്കളും മൊത്തം പഴമായിട്ട് വരും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ എന്താ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് മുകളിലേക്ക് ഉണ്ട് കേട്ടോ. ആ പഴം അങ്ങോട്ട് ഉണ്ടായി പഴുത്ത അങ്ങോട്ട് കിടക്കുമ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയാണ്. അതൊക്കെ പൂവാട്ടോ, കണ്ട ഫുള്ള് ബട്ടർഫ്ലൈ വന്നിരിക്കണ പോലെയാണ്. അതിന് മുകളിലേക്കുണ്ട്, നല്ല രസമുണ്ട്. സമ്മറായി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാട്ടോ. പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് വരില്ല, അത്രയ്ക്ക് ഭംഗി. കുറച്ചുകൂടി കഴിയണം, എന്നാലും അതിൻ്റെ പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ ഭംഗി വരുള്ളൂ. അതേപോലെ തന്നെ നമുക്കായിരുന്നാലും പണിയുണ്ട് കേട്ടോ. ഞാനും കുറച്ച് തന്നെ വൈകുന്നേരം ആകുമ്പോൾ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴേ കയറുള്ളൂ. അതുണ്ടല്ലോ ഫ്രണ്ടിൽ വേറൊരു ഇവിടെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അന്ന് പിള്ളേർ പോയിപ്പോൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് പിന്നെ ഇനി ഇവിടേക്ക് നമുക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. കണ്ട അതൊക്കെ പെയിൻ്റ് അടിക്കും. പെയിൻറ്റ് വാങ്ങിച്ചത് അവിടെ തന്നെ ഇരിക്കുകയാണ്, അടിച്ചിട്ടില്ല. ഇവിടെ ഫ്രണ്ടിൽ വേറൊരു പൂ ഉണ്ടായിട്ടില്ല. പൂ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അത് വിരിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ട്, അപ്പോൾ കുറേയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അത് നോക്കിക്ക്, ഇത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ, ചെറിയ ചെറിയ വെള്ളം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ അത് ആ റോസ്മ നന്നായിട്ട് പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്തായിരുന്നാലും നിങ്ങളെ വീഡിയോ കാണിക്കേണ്ടത്. ഞാൻ എന്നും വിചാരിക്കും വീഡിയോ ഇടണമെന്ന്. എപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഓർക്കാറുണ്ട്, വീഡിയോ ഇട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് നേരം കിട്ടാറില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് നേരം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. ഇനിയിപ്പോൾ എന്തായിരുന്നാലും നേരം കിട്ടുന്നതനുസരിച്ച് ഞാൻ വരാം. ആ പൂ വിരിയുമ്പോൾ, ആ റോസിൻ്റെ പൂ വിരിയുമ്പോൾ എന്തായിരുന്നാലും നിങ്ങളെ കാണിക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തത് അത് ഇന്നാണ് അപ്ലോഡ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇന്ന് എനിക്ക് നേരം കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന അലീനയുടെ അവിടെ പോയിട്ട് അലീനയുടെ ഗ്രാജുവേഷൻ ആയിരുന്നു. അപ്പോൾ ആരോ അതിനകത്ത് വീഡിയോയിൽ കമൻറ്റ്സ് ഞാനിപ്പോൾ ഫോണിലെടുത്ത് ഇങ്ങനെ നോക്കിയത്. അപ്പോൾ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലെ ഗ്രാജുവേഷനാണോ കോളേജിലെ ഗ്രാജുവേഷനാണോ? കോളേജിലെ ഗ്രാജുവേഷനാണ്. ഇവിടെ കോളേജ് 4 വർഷമാണ്. നമ്മുടെ നാട്ടിലേക്ക് ഡിഗ്രി 3 വർഷമാണല്ലോ. പക്ഷേ അലീന 4 വർഷത്തെ 3 വർഷം കൊണ്ട് അവൾ പഠിച്ച് 3 വർഷം കൊണ്ട് അവളുടെ
ഡിഗ്രി അവൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ അവൾ അവിടെ തന്നെ അവൾ മാസ്റ്റേഴ്സ് ചെയ്യാണ്. അപ്പോൾ അതാണ് അലീനയുടെ വിശേഷം. നമ്മുടെ നാട്ടിലെ പോലെയല്ല കേട്ടോ. ഇവിടെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇവിടെ കോളേജൊക്കെ എങ്ങനെയാണ്. ഇവിടെ കോളേജിലൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാണ്. പിന്നെ ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്നല്ലല്ലോ പോകണത്. അപ്പോൾ അവിടെ നിന്നിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അവിടെ താമസിക്കുന്ന വീടിന് റെൻറ്റ് കൊടുക്കണം. പിന്നെ കോളേജിലെ ഫീസ് എല്ലാം കൂടിയിട്ട് ഒരു 4 വർഷം ഒരു കുട്ടി ഒരു ഡിഗ്രി പഠിച്ചിറങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും വേണം ഡിഗ്രി മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാസ്റ്റേഴ്സിനൊക്കെ പോകുമ്പോൾ അതിലും കൂടുതൽ പൈസ വരും. ഞാൻ ജസ്റ്റ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ്. അല്ല ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രി നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ പൈസ ചിലവൊന്നുമില്ല ഡിഗ്രിക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, അലീനയുടെ വിശേഷം. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമ്മൾ ചിമ്പൂട്ടിന് വെച്ചിട്ടുണ്ട്. അവൻ 2-3 വയസ്സായി. കിളികളൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യമായി വെച്ചിട്ട് അവിടെ പോയിട്ട് വാതിൻ്റെ അവിടെ പോയിട്ട് നിൽക്കണമായിട്ട് ഞാൻ ചെല്ലാണ്ടാവും. പിന്നെ ഇറങ്ങി വരാം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് നിന്നിട്ട് കരയണമുണ്ട്. അവന് വിശക്കുമ്പോൾ അവന് കരയും. ഒരു പ്രത്യേക ഒരു സൗണ്ട് ഉണ്ടാവും. അതൊക്കെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി താമസിയാണ്ട് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോൾ റോസൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കാണിക്കാം. എനിക്കിപ്പോൾ പച്ചക്കറികളൊക്കെ നടല്ല. അതൊക്കെ നമുക്ക് പണികളുണ്ട്. സമ്മറാകുമ്പോൾ നമുക്ക് പണികളാണ്. പക്ഷേ എപ്പോഴും പണിയില്ല കേട്ടോ. സമ്മറാകുമ്പോൾ ഇനിയിപ്പോൾ ഈ പച്ചക്കറികൾ ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലായിടത്തും പണികളൊക്കെ നമ്മുടെ ക്ലീനിങ് അങ്ങനെ കുറേ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെടികൾ നടലൊക്കെ എൻ്റെ ഏതാണ്ട് ഒരുവിധം കഴിഞ്ഞു. ഇനിയിപ്പോൾ പച്ചക്കറികളും കൂടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ പണികളൊന്നുമില്ല. പിന്നെ പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കാം. അതൊക്കെ പിന്നെ അടുത്ത പണികൾ. അങ്ങനെ വലിയ പണികളും പിന്നെ ഉണ്ടാവില്ല. അത് ആ തുടക്കത്തിലാണ് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടാവും. ഈ വർഷം നമുക്ക് പണികൾ കുറച്ച് കൂടുതലായിരുന്നു. പറഞ്ഞത് നമ്മൾ മണ്ണടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മളിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മരത്തിൻ്റെ ഈ 2 സൈഡിലും മരത്തിൻ്റെ പണികളുണ്ടാക്കി. പിന്നെ ഗ്രീൻ ഹൗസിൽ ചെയ്തു. ഗ്രീൻ ഹൗസിലൊക്കെ ചെയ്തത് പോൾസേട്ടനായിട്ടാ ചെയ്തത്. എനിക്ക് എന്തെങ്കിലും സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കാനോ അങ്ങനെ ഇതിനൊക്കെ വരുള്ളൂ. പക്ഷേ ഇതെല്ലാവരും ചെയ്തത് പോൾസേട്ടൻ തന്നെ ചെയ്തത്. ഞാൻ പിടിച്ചു കൊടുക്കാനോ ഒന്നിനും ഞാനും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആവശ്യം വരും. എൻ്റെ അടുത്ത് അവിടെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് മരത്തിൻ്റെ പീസുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കുറേയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വഴിക്ക് ഞാൻ പോയി നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കുറേ ചിലപ്പോൾ ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ.